എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വിദ്യാഭവനത്തെയും ഇതിലെ അംഗങ്ങളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ഇവരെ കാത്തു രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. കർത്താവേ, അങ്ങയുടെ വഴികൾ അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ഒഴിവഴികൾ എനിക്ക് അറിയിച്ചു തരണമേ. സത്യത്തിലൂടെ നടത്തി എന്നെ പരിശീലിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, വിദ്യാർത്ഥികളുടെ ശിക്ഷണത്തിനും പരിശീലനത്തിനുമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മന്ദിരത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ സമാധാനവും അനുഗ്രഹവും കൊണ്ട് ഈ സ്ഥാപനത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമേ. ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർക്ക് ഈ പുതിയ അധ്യായ വർഷത്തിൽ വിശുദ്ധിയും വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ. വിദ്യാർത്ഥികളെ വിശുദ്ധിയോടെ നയിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി വ്യാപിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാൻ ഇവിടെയുള്ള യുവതി യുവാക്കന്മാരെ സഹായിക്കണമേ. ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി സേവനം ചെയ്യുവാൻ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി അവരെല്ലാവരും പരിലസിക്കുവാനും ഇടവരുത്തണമേ. അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, അധ്വാനത്തിൽ വിജയം നേടുവാൻ എല്ലാവരെയും സഹായിക്കണമേ. സത്യത്തിന്റെ വെളിച്ചത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സകലത്തിന്റെയും നാമം എന്നേക്കും. വിശ്വസിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ വിദ്യാലയത്തിലും ഇവിടുത്തെ എല്ലാ അംഗങ്ങളുടെ മേലും, അധ്യാപകരുടെ മേലും, എല്ലാ വിദ്യാർത്ഥികളുടെ മേലും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനാ സഹായം ഈ അധ്യയന വർഷത്തിൽ നമുക്ക് താങ്ങും തണലുമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ബഹുമാന്യനായ റവറൻ ഡോക്ടർ ആന്റണി നിരപ്പേലച്ചൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ബഹുമാനപ്പെട്ട കോളേജിൻ്റെ ചെയർമാൻ ബെന്നി സാറ്, നമ്മുടെ ഇന്നത്തെ ഈ ഓപ്പണിംഗ് ഡേയിൽ നമുക്ക് സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കപ്പിയാങ്കലച്ചൻ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ സെന്റ് തോമസിലെ മുൻ പ്രിൻസിപ്പളുമായ ജെയിംസ് എലഞ്ഞിപ്രവച്ചൻ, നമ്മുടെ ചീഫ് മെന്റർ ഫാദർ ബിജു ചുളയിലാപ്പിളാക്കൽ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പുതുതായി നമ്മുടെ കോളേജിൽ ചേർന്ന കുട്ടികൾ, അനധ്യാപകർ, സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടി ഈ കോളേജിലേക്ക് കടന്നു വന്ന മുഴുവൻ കുട്ടികളെയും ആമുഖമായി തന്നെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നുണ്ട്. നിങ്ങളുടെ നീണ്ട 3 വർഷങ്ങൾ ഇനി നമ്മുടെ ഈ കലാലയത്തിലാണ്. നിങ്ങളുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നതിന് ഈ 3 വർഷങ്ങൾ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. 3 വർഷം കഴിയുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഡിഗ്രി മേടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ജോലിയും കരസ്ഥമാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രശസ്ത ചിത്രകാരനായിരുന്ന പിക്കാസോ പറയുന്ന ഒരു കഥയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരൻ ദൈവമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അദ്ദേഹം അതിന് പറയുന്ന ഒരു കാരണം, ദൈവമാണ് ജിറാഫിനെ സൃഷ്ടിച്ചത്, ദൈവമാണ് ആനയെ സൃഷ്ടിച്ചത്, അതേ ഈശ്വരൻ തന്നെയാണ് ഉറുമ്പിനെയും സൃഷ്ടിച്ചത്. അങ്ങനെ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കിയത് ഈ ഇത്രയും പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ജീവികളുടെ കൂട്ടായ്മയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അതുപോലെ ഈ ക്യാമ്പസിനെ മനോഹരമാക്കുന്നത് വിഭിന്നങ്ങളായ കഴിവുകളുള്ള, വിഭിന്നമായ ടേസ്റ്റുകളുള്ള ആ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കോളേജിനെ കൂടുതൽ സമ്പന്നവും മനോഹരമാക്കി തീർക്കുന്നത്. ഈ കോളേജിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ എത്തിയ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. എൻ്റെ ചുമതല നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ കോളേജിന്റെ ചെയർമാൻ ബെന്നി സാറിനാണ്. ഈ കോളേജിന്റെ സ്ഥാപകനായിരുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നിരപ്പേലച്ചൻ ദിവംഗതനായിട്ട് ഈ കോളേജിനെ നയിക്കാൻ നിയുക്തനായത് ബെന്നി സാറാണ്. അച്ഛൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും അതേപടി പിൻചെന്നുകൊണ്ട് അച്ഛൻ്റെ മഹത്തായ ആ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ കോളേജിനെ നയിക്കുന്നത് ബെന്നി സാറാണ്. ബെന്നി സാറിന്റെ സാന്നിധ്യത്തിന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഒരു തുടക്കം കുറിക്കാനായി എത്തിയത് നമ്മുടെ തോമസ് കപ്പിയാങ്കലച്ചനാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മെസ്സേജും ഉണ്ട്. അദ്ദേഹത്തെ എന്തുകൊണ്ട് നമ്മൾ ഈ മീറ്റിംഗിലേക്ക് വിളിച്ചു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു അക്കാഡമിഷ്യൻ കൂടിയാണ്. ഹോളി ഫാമിലി ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പളായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഈ അച്ഛൻ ഈ അക്കാഡമിക് മേഖലയിൽ നിരവധി പ്രബന്ധങ്ങൾ എഴുതുകയും നിരവധി ക്ലാസുകൾ നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അച്ഛൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹപ്രദമാണ്. ബഹുമാനപ്പെട്ട തോമസ് കപ്പിയാങ്കലച്ചനെയും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പളായ ഫാദർ ജെയിംസ് എലഞ്ഞിപ്രവച്ചനാണ്. അച്ഛനാണ് നമ്മുടെ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ കൂടിയാണ്. അച്ഛനെ കുറിച്ച് ഞാൻ ഒട്ടേറെ വിശേഷം പറയുന്നത് സെന്റ് തോമസ് കോളേജിനെ വളരെ സമർത്ഥമായി നയിച്ച പ്രിൻസിപ്പളുമാരിൽ ഒരാളാണ്. ഈ അച്ഛൻ്റെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നമ്മുടെ ഈ കോളേജിനെ മുന്നോട്ട് നയിക്കുന്നത്. അച്ഛനെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചീഫ് മെന്ററായി വർഷങ്ങളോളം സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നിരപ്പേലച്ചൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഫാദർ ബിജു ചുളയിലാപ്പിളാക്കലച്ചനാണ്. അച്ഛനും ഒരു അക്കാഡമീഷ്യനാണ്. കുട്ടിക്കാനം മരീൻ കോളേജിൽ അധ്യാപകൻ കൂടിയാണ്. അച്ഛനെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിലെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന എംകോമിന്റെ ഹെഡും ഫിനാൻസ് ഗ്രൂപ്പിന്റെ ഫിനാൻസ് ഓഫീസറുമായ ടി ജോമൻ സാറിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. പിന്നെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് മേധാവികളുമാണ്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ PR ജോസാമി സാറ്, എൻ്റെ സഹപ്രവർത്തകർ,
പ്രിയപ്പെട്ട കുട്ടികൾ, ഈ ഓഫീസിലെ സ്റ്റാഫ്, അനാധ്യാപകർ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം. ഏറ്റവും കൂടുതൽ എനിക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് ഈ ഇവിടെ കോഴ്സിന് ചേർന്നിരിക്കുന്ന ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ബികോം കമ്പ്യൂട്ടർ, ബികോം ഓപ്പറേഷൻ, BBA, BCA, BA ലിറ്ററേച്ചർ, ഫാഷൻ ടെക്നോളജി, BSc മാത്തമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്കും നമുക്ക് പുതുതായി ഈ വർഷം നമ്മൾ ആരംഭിക്കുന്ന സൈബർ ഫോറൻസിക് കോഴ്സിലേക്കും ചേർന്ന മുഴുവൻ കുട്ടികളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ പരിപാടി കാണുന്ന മാതാപിതാക്കളെ ഞാൻ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ കൺവീനർമാരായി പ്രവർത്തിക്കുന്ന ബേസിൽ സാറിനെയും ടോണിയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല കലാലയ ജീവിതം ഉണ്ടാവട്ടെ, നല്ല ഭാവി ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ സ്വാഗതങ്ങളും നടത്തുന്നുണ്ട്. ഒരു നല്ല കുട്ടികളായി, നല്ല കലാലയത്തിലെ മനുഷ്യരായി മാറി നല്ല മനുഷ്യരായി തീരാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ 2021 സെന്റ് ആന്റണീസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഈ കോളേജിലേക്ക് വരുവാനായി കാത്തിരിക്കുന്ന എല്ലാവരെയും ആദ്യമായി തന്നെ ഈ കോളേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ മഹാമാരി ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊരു വലിയ ഉത്സവ ദിവസമായിരുന്നേനെ. നിങ്ങളെ വരവേൽക്കുവാനായി ഞാനും ഇവിടെയുള്ള നിങ്ങളുടെ ടീച്ചേഴ്സും മറ്റെല്ലാവരും ഒത്തിരി ആകാംക്ഷയോടുകൂടി ഈ വരാന്തകളിൽ കാത്തിരിക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ മഹാമാരി തീർന്ന് നിങ്ങളൊക്കെ ഈ കോളേജിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസം അധികം വിദൂരമല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കോളേജിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ബെന്നി തോമസ്. ഞാൻ ഈ കോളേജിന്റെ ചെയർമാനാണ്. എൻ്റെ ജോലി മറുനാട്ടിലാണ്. എന്നാലും ഈ കോളേജിന്റെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ട് ഈ കോളേജിന് ആവശ്യമായ, ഇവിടെ പഠിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ദൗത്യം. നിങ്ങൾ കോളേജിൽ ഇനി വരുന്ന സമയത്ത് തീർച്ചയായും അവിടെ ഞാനും ഉണ്ടാവും. നിങ്ങളോടൊത്ത് അടുത്ത 3 വർഷക്കാലം ഞാൻ ചെലവഴിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നെരപ്പേലച്ചൻ ഈ കോളേജ് എങ്ങനെ ഈ കോളേജിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വപ്നം കണ്ടോ, അല്ലെങ്കിൽ ഈ കോളേജിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പദ്ധതികളെന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടോ, ആ പദ്ധതികളൊക്കെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മടങ്ങ് നല്ല രീതിയിൽ ഒരു വലിയ ടീമിന്റെ സഹായത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും ഒക്കെ കൂടിയാണ് ഈ കോളേജിലേക്ക് വരുന്നത്. നിങ്ങൾ ഈ കോളേജിന്റെ പടി ചവിട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു സ്വപ്നം കാണണം. നിങ്ങൾ 3 വർഷത്തിന് ശേഷം ഇപ്പോൾ ചൈൽഡ്ഹുഡായ നിങ്ങൾ അഡൽട്ട്ഹുഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ കോളേജിന്റെ സമയത്ത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് വേണം ഈ കോളേജിലേക്ക് കടന്നു വരുവാൻ. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി രാപകല് ഇവിടെ മെനക്കെടാൻ തയ്യാറായി നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, നമ്മൾക്ക് സെന്റ് ആന്റണീസ് കോളേജിലുള്ള ഈ അധ്യാപകരും അനധ്യാപകരും ആ ടീമും മറ്റേതൊരു കോളേജിലെക്കാളും മനോഹരമായി നിങ്ങളെ പഠിപ്പിക്കുകയും ഏത് സമയത്തും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും, ഞാൻ ജോലി ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ്. നിങ്ങളുടെ 3 വർഷം തീർച്ചയായും ഒരു ജീവിതത്തിലെ ഒരു വലിയ ചേഞ്ച് ആക്കി മാറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കോളേജിൽ നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല രീതിയിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതോടനുബന്ധിച്ച് തന്നെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപേ തന്നെ ഇവിടുത്തെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ നിങ്ങളൊരു ജോലി മേടിച്ച് പുറത്തിറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ
ഇനിയുള്ള 3 വർഷക്കാലം പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജ് ലൈഫ് ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പഠനത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതൊരു പക്ഷേ പിന്നീട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കും, നിങ്ങൾ നല്ല മാർക്ക് മേടിക്കും, നിങ്ങൾ നന്നായി പാസ്സാവും, നിങ്ങൾ ജോലി മേടിക്കും, നിങ്ങൾ നല്ല ഒരു കരിയർ കെട്ടിപ്പടുക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല മനുഷ്യനായി ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല മനുഷ്യനായി, നിങ്ങളുടെ മാതാപിതാക്കളെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും ചെലവഴിക്കാൻ തയ്യാറായ ഒരു മനസ്സിന്റെ ഉടമയായി നിങ്ങൾ ഈ കോളേജിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ എത്രയും പെട്ടെന്ന് നേരിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഈജിപ്തിലെ സന്യാസിമാരിൽ ഒരു അഗ്രഗണ്യനാണ് മക്കാറിയോസ് എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസി. ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ ഗുരുവിനോടൊപ്പം കൂടി ഗുരുവിനെ ശുശ്രൂഷിച്ച് ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് ഒരു കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസിലും ഒരുപോലെ പങ്കെടുക്കുന്ന ഗുരുകുല വിദ്യാഭ്യാസ രീതി തന്നെയാണ് ശരിക്കും ഈ സന്യാസിമാരുള്ളത്. അങ്ങനെ മക്കാറിയോസിന്റെ അടുത്ത് ദീർഘനാളായിട്ട് ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ പറയുന്ന പരാതിയാണ്, ഗുരുവെ പഠിച്ചതൊന്നും ഓർമ്മയില്ല. പല കാര്യങ്ങളും ഞങ്ങൾ ഇത്രയും കൊല്ലം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചു, ഒത്തിരി ഉപദേശം ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ആദ്യം പഠിപ്പിച്ച പലതും ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലില്ല. നമ്മളിപ്പോ പറയുന്ന സംഗതിയൊക്കെയാണ്. ഇപ്പോഴും പിള്ളേർ വാട്സപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറില്ലേ, ഈ സൈൻ കോഴ്സും തീറ്റയും ഒക്കെ പണ്ട് പഠിച്ചു, തീറ്റ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, സൈൻ കോഴ്സും ഒക്കെ എവിടെ ഉപയോഗം എന്താന്നുള്ളതിനെ പറ്റി. ഇതേ അവസ്ഥയാണ് ശിഷ്യന്മാർ പറഞ്ഞത്. അത് തന്നെയാണ്. ഇത്രയും കാലം പഠിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും ഞങ്ങളുടെ ഉള്ളിലില്ലായിരുന്നു. ഒരു നഴ്സറി ക്ലാസ്സുകളിൽ പോയി, KG സെഷനിൽ പോയ ആൾക്കാരുണ്ടാവാം, പോകാത്തവരുണ്ടാവാം, LP സെഷൻ, UP, ഹൈസ്കൂൾ പഠിച്ചു, +2 പഠിച്ചു. ഇപ്പൊ ഡിഗ്രിക്ക് പ്രവേശനത്തിനായിട്ട് ഒരുങ്ങി എത്തിയിരിക്കുകയാണ് പുതിയ മേഖലയിലേക്ക്. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താണ്, പലതും കാണുന്നില്ല, പഠിച്ച പലതും കാണുന്നില്ലല്ലോ, ചുമ്മാ ഇങ്ങനെ കടന്നു പോയെന്നൊക്കെ തോന്നുന്നുള്ളൂ. അപ്പൊ ഇതേ ചോദ്യമാണ് ഈ മക്കാറിയോസിന്റെ ശിഷ്യന്മാർ സന്യാസിവര്യനോട് ചോദിക്കുന്നത്. മക്കാറിയോസ് ഗുരുവേ ഒന്നും ഓർമ്മയില്ല, അങ്ങനെയെങ്കിൽ ഈ പരിശീലനം കൊണ്ട് എന്താണ് അർത്ഥം? സന്യാസി ഉടനെ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് ചോദിക്കുന്നത്, സംഘം ചേർന്നുള്ള ഗൂഢാലോചന പോലെയുള്ള ചോദ്യമാണ്. ഗുരു പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങള് നമ്മുടെ വീടിന്റെ തട്ടുംപുറത്തൊരു പഴയ മൺകുട ഇരിപ്പുണ്ട്, തട്ടിന്റെ മണ്ടയിലാണ്, എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ശിഷ്യന്മാർ ഓടിച്ചെന്ന് തപ്പി തടഞ്ഞ് തട്ടുംപുറത്ത് കയറി ചുക്കിലെല്ലാം പിടിച്ച് ആ പാടെ പൊടിയെല്ലാം പിടിച്ചിരുന്ന ആ മങ്കുടം എടുത്തോണ്ട് പോകും. ഗുരു പറഞ്ഞു, അത് ഒരു വെള്ളം കോരി അതിൻ്റെ അകത്ത് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകാം. അതങ്ങനെ കൊണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ കൊണ്ടുപോയി ഒരു റൊട്ടി വെള്ളം ഒഴിച്ച് കറക്കിക്കൊണ്ട് പോകും. ഇങ്ങനെ ഒരു 5-8 പ്രാവശ്യം ഈ ശിഷ്യന്മാരെ കൊണ്ട് ഈ ഗുരു ഇങ്ങനെ ഈ വെള്ളം കോരി ഒഴിപ്പിച്ച് ഒന്ന് വട്ടം കറക്കി വെള്ളം കമത്തി കളഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് വിട്ടു. അവസാനത്തെ ഒരു 8-10 പ്രാവശ്യമൊക്കെ ആയപ്പോൾ ശിഷ്യന്മാരുടെ സറിയും എന്ത് പണിയായി കാണിക്കുന്നത്, കുറെ നേരം അല്ലേ പെട്ടെന്ന് തുടങ്ങിയിട്ട്. ഗുരു പറഞ്ഞു, കുടത്തിനകത്ത് വല്ലതും ഉണ്ടോ? ഗുരു ചോദിച്ച ചോദ്യമാണ്, മക്കളെ കുടത്തിനകത്ത് വല്ലതും ഉണ്ടോ? ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, ഒന്നുമില്ല ഗുരുവേ, ഒന്നുമില്ല. ആദ്യത്തെ പോലെ തന്നെ ശൂന്യമാണ്. പക്ഷെ ആദ്യത്തെ പോലെ തന്നെയാണ് കുടത്തിന്റെ അവസ്ഥ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴേക്കും ശിഷ്യന്മാർ പറഞ്ഞു, വ്യത്യാസം എന്ന് ചോദിച്ചാൽ വൃത്തിയായിട്ടുണ്ട്. ഗുരു പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഈ വൃത്തിയാകലാണ് വിദ്യാഭ്യാസം. പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും കാണില്ല. പക്ഷേ ഇറ്റ്സ് എ റിഫൈൻമെന്റ്, പ്യൂരിഫിക്കേഷൻ. ശരിക്കും അത് തന്നെ നടക്കുന്നത്രേ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. Education is the process of the rough stones becoming a pebble or pebbles എന്നാണ് എന്നെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ലളിതമായ നിർവചനം. ഇങ്ങനെ പരുവരുത്ത കല്ല് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നല്ല പെബിൾസ് ആയിട്ട്, നല്ല മിനുസമുള്ള പാറകഷ്ണങ്ങളായിട്ട്, നല്ല കൊത്തുകളായിട്ട് മാറുന്ന ഒരു പ്രോസസ് ആണ് വിദ്യാഭ്യാസം എന്ന്.
അങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച എന്താണ്? നമ്മളൊക്കെ വളരെ റഫായിരുന്നു. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ നേച്ചർ, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ബിഹേവിയർ പാറ്റേൺസ്, സ്റ്റൈൽ, അതോറിറ്റീസ് എല്ലാം നമ്മുടെ വളരെ റഫായിരുന്നു. ഒക്കെ ഒത്തിരിയേറെ ഇപ്പോൾ റിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ജീവിതത്തിന്റെ അന്ത്യം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രക്രിയ. അപ്പൊ ഈ പ്രോസസ്സിന്റെ അകത്താണ് നമ്മളൊക്കെ അയക്കുന്നത് അത്രയും. അതുകൊണ്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു നഷ്ടബോധം തോന്നുന്ന കാര്യമെന്നാണ് പറഞ്ഞതിന്റെ സാരം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് ഈ നഷ്ടബോധത്തിന്റെ ആളുകളായിട്ട് നമ്മൾ എപ്പോഴും മാറുന്ന അങ്ങനെ തന്നെയാണ്. എന്ത് നേടിയാലും എന്ത് കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ ഓർമ്മയിലില്ലല്ലോ, എത്രമാത്രം ഹോംവർക്കുകൾ ചെയ്തു, വർക്കുകൾ ചെയ്തു, പക്ഷെ അതൊന്നും മനസ്സിലില്ല, ഓർമ്മയിലില്ല എന്ന്. അപ്പൊ അങ്ങനെ ഒരു പരിഹാരത്തിന്റെ പ്രസക്തിയില്ല. മറിച്ച് അതൊക്കെ നമ്മൾ റിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് കാണുന്നിടത്താണ് വിദ്യാഭ്യാസത്തിന്റെ വിജയം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിജയത്തിലേക്കുള്ള അടുത്ത ചവിട്ടുപടിയാണ് ഈ ഗ്രാജുവേഷൻ കോഴ്സ് നമ്മൾ ചേർന്നിരിക്കുന്നത്. അത്രയും നമുക്കത് വിജയകരമായിട്ട് മാറ്റാം. അധ്യാപകരും അതിനെപ്പറ്റി അങ്ങനെ തന്നെ കണ്ടാൽ മതി. കുറെ നാളുകളായിട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഫീൽഡിലാണ്, പക്ഷെ പ്രത്യേകിച്ച് എന്താണ് എനിക്കൊരു മെച്ചമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വീണ്ടും അത് റിഫൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം ചെല്ലുന്നവരും ഓരോ പ്രാവശ്യം ചെല്ലുന്നവരും ഓരോ ബാച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ റിഫൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റിഫൈൻമെന്റ് ലൈഫ് ലോങ് പ്രോസസ് ആയി തീരുന്നിടത്താണ് നമ്മളെ ആത്യന്തികമായ വിജയം. നമ്മളിപ്പോൾ പറയാറില്ലേ, ബി ഫെയ്ത്ത്ഫുൾ ദാൻ സക്സസ്ഫുൾ. വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് വിജയിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഗ്രാജുവേഷൻ കോഴ്സ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ അധ്യാപകരും കുട്ടികളും ഒരുപോലെ ചിന്തിക്കേണ്ട സംഗതി ബി ഫെയ്ത്ത്ഫുൾ എന്നുള്ള സംഗതി തന്നെയാണ്. വിശ്വസ്തരായിരിക്കുക, ചെയ്യുന്ന ജോലിയോട്, പഠന രംഗത്തോടൊക്കെ വിശ്വസ്തരായിരിക്കാൻ സാധിക്കുന്നവർക്ക് ഉറപ്പായിട്ട് സക്സസ് ആവും. സക്സസ്ഫുൾ ആയോ ഇല്ലെന്ന് അറിയാൻ നമ്മളൊക്കെ മെറ്റീരിയൽ ബെനിഫിറ്റ് നോക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റാങ്ക് കിട്ടുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നത് നമുക്ക് തന്നെ അറിയാമല്ലോ. റാങ്ക് ഒന്നും അല്ല, ബേസിസ് എന്ന് പറയുന്ന അത്രയും. ക്യാമ്പസ് ഇന്റർവ്യൂകളൊക്കെ ഇഷ്ടംപോലെ കോളേജിൽ നടക്കുന്നുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്കൊന്നും അല്ലല്ലോ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒരിക്കലും കിട്ടുന്നത്. എത്രയും ശ്രദ്ധിച്ചിട്ട് കാണുമായിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഫെയ്ത്ത്ഫുൾ ആയിട്ട് വ്യാപരിക്കുന്നവർക്ക്, ചെയ്യുന്ന തൊഴിലിനോട്, ചെയ്യുന്ന അധ്വാനത്തോടെ, പഠനത്തോടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്, അല്ലാതെ അതിൽ സജീവമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്ന കമ്മിറ്റിയിലാണ്. പഠനത്തിൽ അല്പം വീക്കാണ്. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും പഠനത്തിൽ ഒത്തിരി വീക്കാണ്. ഈ വർഷത്തെ ഇത്ര വലിയ മാർക്ക് കൊടുത്ത് കിട്ടിയിട്ട് പോലും കുഞ്ഞിന് മാർക്ക് കുറവാണ്. അപ്പൊ ഡയറക്ടർ ചോദിച്ചു, മോളെ മാർക്ക് വളരെ കുറവാണല്ലോ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്റെ പൊന്നു ഫാദർ, എനിക്ക് ഒട്ടും താല്പര്യമുള്ളതല്ല. സൂചികണ്ടെന്ന് പറയാൻ രക്തം കണ്ടാൽ അപ്പോഴേ വീഴും. പക്ഷെ അപ്പനും അമ്മയും പറയുന്നത് അതിന് പോയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു കോഴ്സിനോട് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റിലാണ് അടങ്ങിയിരിക്കുക, കമ്മിറ്റ്മെന്റ് അടങ്ങിയിരിക്കുന്നത്. അത്രയും ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ, കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിലും, കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ച് നല്ല കിട്ടിയെങ്കിൽ പോലും അതിനോടൊരു സ്നേഹിച്ചു തുടങ്ങുന്നതാണ് കോഴ്സ് വിജയമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ആ രംഗത്ത് വ്യാപരിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ ഒരു അധ്യയന വർഷം ഒരു വ്യത്യസ്തമായ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യമാണ്. സാഹചര്യങ്ങൾ നമ്മളൊക്കെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ബി ഫെയ്ത്ത്ഫുൾ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം അത് തന്നെയാണ്. വീണ്ടും ചെയ്യുന്ന അധ്യയനത്തോടും ഒക്കെ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് മാറുന്നിടത്താണ് ബി ഫെയ്ത്ത്ഫുൾ എന്നുള്ള വാക്ക് അർത്ഥമായിട്ട് മാറുന്നത്. അത് സക്സസ്ഫുൾ ആകുന്നതിനേക്കാൾ ഗ്രേറ്റ്ഫുൾ ആണ്. സക്സസ്ഫുൾ എന്ന് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുക, ഡിസ്റ്റിങ്ഷൻ ഗ്രേഡോടെ പാസ്സാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആത്യന്തികമായ സംതൃപ്തിയാണ് പ്രധാനപ്പെട്ടത്. ഒരു ആംബിയൻസ് ഉള്ള പ്രധാനപ്പെട്ടതാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. പഠിച്ച സ്കൂൾ ഏതാണ്, എവിടെ വളർന്നു വന്നു, എവിടെ ജീവിച്ചു, ഏത് കോളേജിൽ പഠിച്ചു, എന്ത് കോഴ്സ് പഠിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സെനറ്റിസ് കോളേജ് ഇങ്ങനെ എത്രമാത്രം പ്രൗഢിയോടുകൂടി ഉയർന്നു നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട നിരപ്പരച്ചന്റെ ഓർമ്മ നമുക്കറിയാം. അതിനുശേഷമുള്ള ആദ്യത്തെ വർഷങ്ങളോട് കടന്നു പോകുന്ന അവസരങ്ങളിൽ അച്ഛന്റെ ഒരു ദീർഘവീക്ഷണവും ക്രാന്തദർശിത്വവും ഒക്കെ ഈ കോളേജിനെ വളർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ യാത്രയിൽ ഈ പറഞ്ഞതുപോലെ നല്ല ദീർഘവീക്ഷണത്തോട് കാര്യങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നിടത്ത് നമ്മൾ ഇപ്രകാരം ഫെയ്ത്ത്ഫുൾ ആയി സാധിക്കുന്നത് സക്സസ്ഫുൾ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്ഫുൾ. നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എന്നെ പി ജിക്ക് നിർബന്ധിച്ചു വിട്ടത് നിരപ്പലച്ചാണ്, മറക്കാൻ പറ്റത്തില്ല. ഞാൻ അച്ഛനായ ആദ്യത്തെ വർഷം അച്ഛനോട് ഞാൻ കത്തീഡ്രലിൽ കൊച്ചനായിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്നെ വന്ന് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു നിർബന്ധിച്ചാണ് എന്നെ പി ജിക്ക് വിടുന്നത്. ഞാൻ പഠനം നിർത്തണമെന്നൊക്കെ ആഗ്രഹിച്ച ആളാണ്. സെനാറ്റ് പഠിത്തം ഇനി ഒരു അക്ഷരം പഠിക്കുക എന്നൊക്കെ വാശിയെടുക്കുന്ന മനുഷ്യനാണ്. അതിനുശേഷം വീട്ടിൽ പോയി അങ്ങനെ പിന്നീട് പഠനം തോന്നുകൊണ്ടിരിക്കുകയാണ്, പഠനവും പഠിപ്പിലും ഒക്കെ ആയിട്ട്. അപ്പൊ അച്ഛൻ്റെ ദീർഘവീക്ഷണം അവരോടുള്ള ഒരു പ്രോത്സാഹനവും
ഒരു പുഷും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്, അധ്യാപകരും കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. പരസ്പരം പുഷ് ചെയ്യുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് വളർന്നു വരാൻ നമുക്ക് സാധിക്കുന്നത്രേ. 15 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ അധ്യയന വർഷത്തിൽ വ്യത്യസ്തമായ പാതകളോട് സഞ്ചരിക്കുന്ന ഈ വർഷത്തിൽ നമുക്കൊരു ഫെയ്ത്ത്ഫുൾ ആകാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഫെയ്ത്ത്ഫുൾ ആകാന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ നമുക്ക് എല്ലാവർക്കും ആവാമീതമൊക്കെ ഉണ്ട്, ഇഷ്ടം ഉപയോഗിക്കുന്ന സമയമുണ്ട്, ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ സമയ അവസ്ഥയൊക്കെ ഉണ്ട്. ഏറ്റവും ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ സക്സസ്ഫുൾ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കും ഈ ഒരു അധ്യയന വർഷത്തിൽ പ്രത്യേകമായിട്ട് ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. നമ്മൾ വിജയിച്ചു എന്നതിന്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രധാനപ്പെട്ടതാണ്. എവിടെ പഠിച്ചു വളർന്നു എന്നുള്ളതിനെ പറ്റി ഒരു നല്ല കോളേജ്, നല്ല ക്യാമ്പസിലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഉയർന്ന സ്ഥലത്തുള്ള ഈ കോളേജിന്റെ പ്രത്യേകത അത് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകന്മാരും ഈശോയും ഒക്കെ ഉയർന്ന സ്ഥലത്തേക്ക് അതായത് മലയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ പോയി എന്നൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവസാന്നിധ്യമായിട്ട് ഭൂമിയിൽ നിന്നൊക്കെ ഭൗമികമായ കാര്യങ്ങൾ ശ്രദ്ധ വിട്ടിട്ട് അല്പം കൂടി ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ഉയർന്നതിന്റെ സൂചനയാണ് ഈ മലമോട് കാണിക്കുന്ന അത്രയും. മലമോടെ കോളേജും ഈ ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് മുഴുകിക്കിടക്കുന്നതിനേക്കാൾ ഒരു അല്പം കൂടി ഒരു സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഒരു എൻട്രി ആയിട്ട് നമുക്ക് മാറട്ടെ. കുഞ്ഞുങ്ങൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത് നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ലൈവ്ലി ആംബിയൻസ് ഞാൻ വീണ്ടും കേൾക്കുന്നത് അത് തന്നെയാണ്. ആംബിയൻസ് തന്നെ നമ്മുടെ ഉൾക്കാഴ്ചകളെയും കാഴ്ചകളെയും ഒക്കെ മാറി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. എവിടെ നിൽക്കുന്നു എന്ന് ഇടിഞ്ഞു മുറിക്കാൻ താമസിക്കുന്ന വ്യക്തി, വിശാലം മുറിക്കാൻ താമസിക്കുന്ന വ്യക്തി തമ്മിലുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസം അത് തന്നെയാണ്. ഉയർന്ന കാഴ്ചപ്പാട്, വിശാലമായ കാഴ്ചപ്പാട്, വലിയ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസ സ്നേഹപൂർവ്വം സെന്റ് ആന്റണീസ് കോളേജിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നേരുന്നു. എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഭാവങ്ങളും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഗുഡ് മോർണിംഗ്. മൂല്യമുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടുകൂടി റവറൻ ഡോക്ടർ ആന്റണി നിരപ്പേൽ ആരംഭിച്ച സെന്റ് ആന്റണീസ് കോളേജിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. മലമുകളിലെ ദീപം പോലെ വിജ്ഞാനത്തിന് വെളിച്ചം പകരുന്ന ഈ സ്ഥാപനത്തിലേക്ക് പ്രിയപ്പെട്ട കുട്ടികളെ അയച്ച എല്ലാ മാതാപിതാക്കൾക്കും അനുമോദനങ്ങൾ. Education is the most powerful weapon that we can use to change the world എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന കരുത്തുറ്റ വ്യക്തികളായി മാറുവാൻ സെന്റ് ആന്റണീസ് കോളേജിലെ 3 വർഷത്തെ പഠനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു വാക്ക്, ഇന്നു മുതൽ നിങ്ങളുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും കടമ പഠിക്കുക എന്നത് മാത്രമായിരിക്കണം. 2024 ജൂൺ മാസം MG യൂണിവേഴ്സിറ്റി ഡിഗ്രി റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ റാങ്കിൽ ഉൾപ്പെടെ ഉന്നത വിജയം നേടിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നാടിനും ഒപ്പം സെന്റ് ആന്റണീസ് കോളേജിനും അഭിമാനമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ജഗദീശ്വരൻ നിങ്ങളെ അതിനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വിദ്യാധനം സർവ്വധന പ്രധാനം എന്നാണല്ലോ പറയുന്നത്. ആ വിദ്യ എന്ന മഹത്തായ ധനം ആർജിക്കുവാൻ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഡിഗ്രി പഠനത്തിന് വേണ്ടി പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഡിസിഷനാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനമാണ്. അതിനുള്ള എല്ലാ സാഹചര്യവുമാണ് സെന്റ് ആന്റണീസ് കോളേജ് പ്രദാനം ചെയ്യുന്നത്. ഈ കലാലയത്തിലെ വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഉന്നത വിജയം നേടുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Students, always believe in yourself. You have the ability to do any kind of work, whatever it is, easy or tough. So be confident and work hard to get your dream. Be a good human who helps everyone. Be a good partner, a good friend, a good soul who is honest, trustworthy and responsible. Happiness will find you. You are the person who can change the world. You have a big responsibility to make the world better. I know you can do this very well. Compete your hardest, dream your biggest, be your greatest. Your success and happiness lies in you. Wish you all the best. Thank you. ദീർഘമായ സ്കൂൾ പഠനത്തിന് ശേഷം കലാലയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഈ തുടക്കത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും അവ നേടിയെടുക്കുവാൻ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുവാനും നമുക്ക് തയ്യാറാവാം.
അതുവഴി ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനും ജീവിതത്തിൽ ഉന്നത നിലകളിൽ എത്തിച്ചേരുവാനും നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. everyone to this greenery campus of St. Anthony's College, Peruvantana. The famous educationalist John Locke said, plants are developed by cultivation and men by education. It's the light of education which brightens the world. Education is an important factor for national progress and security. Let this campus be a part of your career development and bright future with the blessings of Almighty and our beloved Director, Father Anthony Nerapil. Wishing you all the best. Good morning, students. I welcome you all to the St. Anthony's College family. Education is one of the most important things in our life. It gives us an understanding of the world around us and offers an opportunity to use that knowledge wisely. Yes, students, the most important thing that you need to understand is we can earn success easily when you set your mind on a specific goal. So, set the right goal and do the hard work to earn that goal. I can assure all the support on every step of your way in your academic journey and career development from this campus. Once again, I wish you all the success and welcome you all to our campus. Good morning, dear students. As a student, the most important thing to remember is that hard work is your best friend and laziness is your worst enemy. വിജയം എന്നത് ഒരിക്കലും യാദൃശ്ചികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി
ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹമാണ്. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. അതിനുള്ള ഊർജം സെയിൻറ്റ് ആന്റണീസിൽ നിന്ന് ലഭ്യമാകും. ജീവിതത്തിൽ കത്തിജ്വലിക്കുന്ന വിദ്യാർത്ഥികളായി മാറുവാൻ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഊഷ്മളമായ ഒരു സുപ്രഭാതം. ഈ അധ്യയന വർഷം സെന്റ് ആന്റണീസ് കോളേജ് പെരുന്നാനത്തേക്ക് വിദ്യ അഭ്യസനം ചെയ്യാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഊഷ്മളമായ സ്വാഗതം. ഏഷ്യയുടെ വെളിച്ചമായ ശ്രീബുദ്ധൻ ഒരിക്കൽ അടയാളപ്പെടുത്തി, അരുവി അതിങ്ങനെ സമൃദ്ധമായിട്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ പലപ്പോഴും പാറക്കൂട്ടങ്ങൾ ഈ അരുവിയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. എങ്കിലും ഈ അരുവിയുടെ ഒഴുക്കും അതിൻ്റെ മർദ്ദവും നിരന്തരമായിട്ടുള്ള പരിശ്രമവും കൊണ്ട് ആ പാറക്കൂട്ടങ്ങളെ ഭേദിച്ചുകൊണ്ട് അരുവി പിന്നെയും പിന്നെയും നിർക്കളമായി ഒഴുകുന്നു. ഈ കലാലയത്തിലേക്ക് ഓരോ വിദ്യാർത്ഥികളും കടന്നു വന്നിട്ടുള്ളത് ധാരാളം സ്വപ്നങ്ങളുമായിട്ടാണ്. ആ സ്വപ്നങ്ങളോടൊപ്പം നിങ്ങളുടെ സർഗാത്മക ശേഷിയും ആ സർഗാത്മക ശേഷിക്ക് ഉഗ്രമായിട്ടുള്ള ഒരു അഗ്നി ചിറകും നൽകുക. പഠനത്തോടൊപ്പം തന്നെ സർഗാത്മക ശേഷിയിലും നിങ്ങൾ നല്ല വ്യക്തിത്വവും അതുപോലെ തന്നെ കഴിവും അതിനകത്ത് പ്രകടിപ്പിക്കുക. ഒരിക്കൽ കൂടി ഈ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. Dear students, warm welcome to St. Anthony's College family. We are getting prepared to welcome the new academic year, speaking with lots of hope and enthusiasm, even in this pandemic situation. Today, a special day for you all, as today we are going to start a new and fresh journey in your life with St. Anthony's College. It was born out of the educationalist Reverend Dr. Anthony Nirappel, a good priest and a pathfinder to thousands of students. St. Anthony's College is not just about teaching and education, but also about developing a person into a character and also a versatile person. We, the Department of English, provide Model 1 BA English Language and Literature. Along with this regular program, we are also providing an add-on course on film studies. Add-on courses and activities are holistically developed for a complete personality to face the future. With the effort and consistency, you can achieve anything you wish. So try to be an extraordinary. If you want to shine like a sun, first you burn like a sun. I wish you all the very best for your academic journey. அன்போடு காதலன்
ലാലി 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 അഭിരാമി ലാലി 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 ഓ കൺമണി അൻപോടെ കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി പുണ്യത്തിൽ സൗഖ്യമാനാനിന്റെ സൗഖ്യമേ. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഹൈറേഞ്ചിൻ്റെ കവാടമായ സെൻറ് ആൻ്റണീസ് കോളേജ്, പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരമായ നമ്മുടെ കോളേജ്. സെൻറ് ആൻ്റണീസ് കോളേജിൻ്റെ ഫൗണ്ടറായ നിരപ്പേൽ അച്ഛൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് ഫാഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അനന്തമായ ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഫാഷൻ ടെക്നോളജി. ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ഫിലിം ഇൻഡസ്ട്രീസ്, ബുട്ടീക്സ്, ഡിസൈനിങ് എന്നിവിടങ്ങളിൽ നിരവധി അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കിടക്കുന്ന ഒരു മേഖലയാണ് ഫാഷൻ ടെക്നോളജി. അതുപോലെ തന്നെ ഒരു മികച്ച ഓൺടർപ്രണർ ആകാനുള്ള എല്ലാവിധ ട്രെയിനിങ്ങും ഈ കോഴ്സിലൂടെ ലഭ്യമാകുന്നു. മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാവണം സ്വപ്നം. അതുപോലെ നിങ്ങളും ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് അത് യാഥാർത്ഥ്യമാക്കി നിങ്ങൾ വിജയത്തിലേക്ക് മുന്നേറണം. സെൻറ് ആൻ്റണീസ് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. താങ്ക് യു. Good morning students. BSc Cyber Forensic is a course focused on the forensics of electronic devices and computers. During the course, we come across with various methodologies for finding, analyzing, extracting, preserving and presenting digital evidences either in court or in corporate environment. I welcome you all to St. Anthony's College to acquire new information, learn tricks of the trade, share knowledge and develop yourself into a valuable profession. Determination plays a huge role in our life. Always be determined what you want and try to acquire the goal. Best wishes for all. ഹായ് ഓൾ, ഇന്ന് സെൻറ് ആൻ്റണീസ് കോളേജിന്റെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ ശില്പ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 2021 പാസ് ഔട്ടായ വിദ്യാർത്ഥിനിയാണ്. ദൈവാനുഗ്രഹത്താലും എൻ്റെ പേരൻസിന്റെ പ്രാർത്ഥന കൊണ്ടും ഈ കോളേജിലെ എല്ലാ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടും ഈ വർഷം റാങ്ക് നേടുവാനായി എനിക്ക് സാധിച്ചു. എന്നെ ഈ വിജയത്തിലേക്ക് നയിച്ചത് കോളേജ് മാനേജ്മെന്റും ഫാദർ ആന്റണി നിരപ്പേലിന്റെ കരുതലുമാണ്. ഇന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന നിങ്ങളുടെ കൂടെ ചേരുവാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. മനോഹരമായ ഈ കോളേജിൽ വരുന്ന 3 വർഷം പഠിക്കാൻ പോകുന്ന നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒപ്പം കലാലയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ ഫ്രഷേഴ്സിനും എൻ്റെ ഹാർദവമായ സ്വാഗതം. ഞാൻ നവീന ഗോപി, BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റിലെ 2018-21 ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളിൽ പറഞ്ഞതുപോലെ കോളേജ് എഡ്യൂക്കേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ചിന്തിക്കാൻ പഠിപ്പിക്കുമ്പോഴാണ്. ഭാവിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് കലാലയ ജീവിതം. അക്കാഡമിക്സിലായാലും കൾച്ചറൽ ആക്ടിവിറ്റീസിലായാലും എനിക്ക് ആ ബേസിക് സ്റ്റെപ്പ് ഫേം ആയിട്ട് വെക്കാൻ സാധിച്ചത് ഇവിടുന്ന് ലഭിച്ച പ്രോത്സാഹനം കൊണ്ടാണ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കഴിവുകൾ വളർത്താനും നമ്മുടെ കോളേജ് നിരവധി സംവിധാനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിലൊന്നാണ് ഫെസ്റ്റുകൾ നടത്തുന്നതും മറ്റു കോളേജുകളിൽ പോയി ഫെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതുമൊക്കെ. അതുകൂടാതെ എല്ലാത്തിലും ഉപരിയായി എല്ലാ കുട്ടിക്കും അവരുടെ കഴിവുകൾ തെളിയിച്ച് ജോലി സംഭരിക്കാനായി ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് പോലുള്ളവയും ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബിസിനസ് ഫീൽഡിലാണ് താല്പര്യമെങ്കിൽ ED ക്ലബ് പോലുള്ളവയിലൂടെ കുട്ടികളുടെ ഓൺട്രപ്രണറിയൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ഉള്ള സംവിധാനങ്ങളും കോളേജ് ഞങ്ങൾക്ക് ഒരുക്കി തന്നിരുന്നു. So, explore your opportunities, reap maximum benefit from them and grow up to your full potential along with enjoying your college life. Once again, I welcome you all to our beautiful college. Thank you. നിന്നിൽ കരുമ്പോ അത് വേലിയുമ്പോ
Hi, my name is Greena Kurian and I'm working as a quality assurance engineer in Tata Consultancy Services. I belong to the 2013-16 batch of St. Anthony's College. For me, college was not just an institution but my second home, which helped me to build my career and develop interpersonal skills and individual qualities. I'm so happy for you guys for being a part of St. Anthony's College, and I'm sure that the faculties will definitely lead you to the right path. A warm welcome to St. Anthony's family. Explore this opportunity and enjoy your days. All the best. ഹലോ, എൻ്റെ പേര് ഡിജോ സെബാസ്റ്റ്യൻ. ഞാൻ സെയിൻറ്റ് ആന്റണീസ് കോളേജ് പെരുവന്താനത്തിൻ്റെ ആദ്യ വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മോസ്ലാൻഡ്സ് ട്രാവൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ജനറൽ മാനേജറായിട്ടാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് സെയിൻറ്റ് ആന്റണീസ് കോളേജിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. എൻ്റെ ഗ്രാജുവേഷൻ പീരീഡിൽ എനിക്ക് ലഭിച്ചത്. അവിടുത്തെ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം തുടർന്നുള്ള ജീവിതത്തിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും വളരെയേറെ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. അവിടുത്തെ സംഘാടക മികവും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ നമ്മളെ അസൈൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് കയറി ശീലമായി. പിന്നീട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ബാക്കിയുള്ളവരുമായിട്ടും പ്രൊഫഷണലായിട്ട് ഇടപെടുമ്പോഴൊക്കെ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയുവാണെങ്കിൽ ഇന്ന് കാണുന്ന കോളേജ് കാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. സൈറ്റ് ഫോർ സെയിൻറ്റ് ആന്റണീസ് കോളേജ് എന്നൊരു ബോർഡ് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷെ എങ്കിലും ഞങ്ങളൊക്കെ അങ്ങോട്ട് വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അത് നമ്മളെ ഡയറക്ടറായിരുന്ന ആന്റണി നിരപ്പേലച്ചനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിഷനൊക്കെയാണ് ഇന്നീ കാണുന്ന കോളേജ് ഈ ലെവലിൽ എത്തിപ്പെട്ട് നിൽക്കുന്നത്, അതും മനോഹരമായിട്ടുള്ള സ്ഥലത്ത്. അന്ന് കൊടുകുത്തിയിൽ ഒരു മലയ്ക്ക് മുകളിൽ സൈറ്റ് ഫോർ സെയിൻറ്റ് ആന്റണീസ് കോളേജ് എന്ന് പറഞ്ഞ് അഡ്മിഷൻ തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ അതിലേക്ക് ചെന്നെത്തിയത്, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വാടക കെട്ടിടത്തിലേക്ക് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ് ഒക്കെ തുടങ്ങുവാനായിട്ട് എത്തിയത് ഞങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അച്ഛൻ കണ്ട അതേ സ്വപ്നമായിരുന്നു ഞങ്ങളുടേതും. ഞങ്ങള് പഠിച്ചിറങ്ങുന്നതിന് മുമ്പേ സെയിൻറ്റ് ആന്റണീസിൽ ഇങ്ങനൊരു കോളേജ് ഉയർത്തപ്പെടും, ഞങ്ങൾ അതിലേക്ക് ഞങ്ങൾ 1 വർഷമെങ്കിലും ഞങ്ങൾ അവിടെ പഠിക്കുമെന്നുള്ളൊരു വാഗ്ദാനം അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ നിറവേറ്റുകയും ചെയ്തു. ലാസ്റ്റ് വർഷമായപ്പോഴേക്കും ഞങ്ങളും സെയിൻറ്റ് ആന്റണീസ് കോളേജ് പെരുവന്താനത്ത് പഠിച്ചിറങ്ങി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒരു മികവ്. കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിൽ, ഇത്തിരി കുറവുള്ള പുറകിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള കെയർ കൊടുത്ത് അവരെ ഗ്രാജുവേഷൻ നല്ല രീതിയിൽ പാസ്സാക്കി എടുക്കുവാൻ അവിടുത്തെ ടീച്ചേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ച് ജീവിതത്തിൽ നല്ലൊരു ജോലിയിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം നിങ്ങളുടെ ചോയ്സ് റൈറ്റ് ചോയ്സ് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കരിക്കുലർ ആക്ടിവിറ്റീസിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ ആക്റ്റീവായി പങ്കെടുക്കുക, കിട്ടുന്ന സാധ്യതകളെയൊക്കെ പ്രയോജനപ്പെടുത്തുക, ജീവിതത്തിൽ വിജയം നേടുക. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷം. താങ്ക് യു. Most respected and beloved Mr. Benny Thomas Puduparbil, Reverend Father Thomas Kapiyangal, Mr. Bobby K. Matthew, HODs and all the faculty members from various departments and dear students, a pleasant good morning to one and all. An educational luminary, a kind philanthropist, the apostle of innovative learning in the high ranges, Reverend Dr. Anthony Nirappel, our founder, we bow before your fond remembrance. The best and beautiful things in the world cannot be seen or even touched. They must be felt by heart. Thank you is one such thing among them. I deem it a great privilege to have been asked to extend a vote of thanks on this occasion. Now, let me move to the duty entrusted to me. First and foremost, I extend my heartfelt gratitude to Mr. Benny Thomas Puduparbil, our beloved chairman, who presided over the meeting. A man with a different outlook on life. After having taken the reins of administration, the campus achieved a new vigor and vitality. His leadership is reflected in all the developmental activities of the institution. He made all of us proud by his distinguished work in numerous capacities. We have been fortunate enough to be backed by a very dedicated chairman. I, on behalf of the entire SAT family and on my own behalf, extend
a profound gratitude to Benissa for your illuminating words. I also wish to express my gratitude to Reverend Father Thomas Kapiyande, an educationist and the former principal, Holy Family International School, Ilangoy, who blessed us with his gracious presence and words of wisdom. We are much indebted to you, Father, for your priestly blessings and bringing to this occasion a sense of the heavenly and for delivering the benedictory address. Father, your words of blessings radiated a source of energy within us. I, on behalf of the entire Sat family and on my own behalf, sincerely thank you, Father, for gracing the function and showering spiritual blessings. I would like to take this opportunity to express gratitude to Mr. Bobby K. Matthew, our principal in charge, who welcomed the gathering. A man who provides tremendous support to achieve academic excellence. With indomitable spirit and able guidance, he supports the college. On behalf of the college and on my own behalf, I must mention our deep sense of appreciation and gratitude to Bobby sir for his earnest works. No one can whistle a symphony. It takes a whole orchestra to play it. We are fortunate to have a dedicated team who are aware of their task and concerned about the well-being of the students. I extend my sincere gratitude to HODs and all the faculty members from various departments, Mr. Sonu Joseph, Superintendent, and all other non-teaching staff. The essence of the fruit is always tested at the last, and we believe that last will be the best forever. Last but not the least, I thank all the dear students. Once again, thank you all for being with us. It has remained a pronounced pleasure. Have a great day ahead. പാടി
ഇനി എന്തെങ്കിലും